Hello my dear champions. എല്ലാവർക്കും വേദാന്തുന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാ മക്കൾക്കും വെരി വെരി വാം വെൽക്കം. ദിവാലി സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു എന്നറിയാം. എല്ലാവരും ബാക്ക് ടു ആ സ്റ്റുഡിയോസ് മോഡിലാണ്. സോ കീപ് ഇറ്റ് ഗോയിങ്, കീപ് യുവർ സെൽഫ് പംപ്ഡ് അപ്പ്, മോട്ടിവേറ്റഡ്. ആ ലക്ഷ്യം എന്താണെന്നുള്ളത് മുന്നിൽ കാണുക ആൻഡ് സ്റ്റെപ്പ് അപ്പ് യുവർ ആക്സിലറേറ്റ്. ഓക്കെ ഫൈൻ. എക്സാംസ് ഒക്കെ അടുത്തു തുടങ്ങി മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ പിടിവിടാതെ കൂടെ തന്നെ വേണം. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ പിന്നിലും ഉണ്ട് മുമ്പിലും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ടു ഗൈഡ് യു ത്രൂ ആൻഡ് ടു സീ യു ഗൈസ് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, സോ എല്ലാ മക്കൾക്കും, എല്ലാ മലയാളി മക്കൾക്കും ഒരിക്കൽ കൂടെ വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. സ്പെഷ്യലി കെമിസ്ട്രി ചാനലിലേക്ക് സ്വാഗതം. ഇതിൽ കുറച്ച് പേരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സുദർശൻ. ചരിത്രമൊക്കെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ ദയവായിട്ട് പുതിയ മക്കൾ ദയവായിട്ട് എല്ലാ ക്ലാസ്സസും കാണുക, ചാനലിലുള്ള എല്ലാ ക്ലാസ്സസും കാണുക. അത് എൻ്റെ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിൻ്റെ. ഓക്കെ, കാര്യം അത്രയും ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ എല്ലാ ലെക്ചേഴ്സും എടുക്കുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗൈസ് എ ലോട്ട്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഫൈൻ. പിന്നെ ഈ ലെക്ചേഴ്സ് കാണുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങളുടെ തന്നെ വർക്ക് ചെയ്യാൻ മറക്കരുത്. സെൽഫ് വർക്ക്. എല്ലാവരും പറയും ടീച്ചേഴ്സിന്റെ വർക്കാണ് 80%, ബാക്കിയുള്ളത് 20% ബൈ സ്റ്റുഡൻസ്. നേരെ ഉൾട്ടയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് മോർ ഓഫ് യുവർ വർക്ക് ആൻഡ് ലെസ് ഓഫ് അവർ വർക്ക്. ഞങ്ങൾ തരാനുള്ള തിയറിയും പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തരും, പക്ഷെ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ഓൺ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്ത് സ്വയം വർക്ക് ചെയ്ത് സ്വയം മിസ്റ്റേക്സ് കണ്ടെത്തി ആൻഡ് ദെൻ യു ഹാവ് ടു ട്വീക്ക് യുവർ സെൽഫ് ആൻഡ് ദെൻ യു പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡി വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ലെക്ചേഴ്സ്, എത്ര പ്രാവശ്യം ഒരു ബുക്ക് 10,000 പ്രാവശ്യം വായിച്ചാലും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ലെക്ചർ 16 പ്രാവശ്യം കണ്ടാലും നിങ്ങൾ ആ പ്രോബ്ലംസ് ചെയ്യാതെ സ്വയം അനലൈസ് ചെയ്യാതെ നിങ്ങൾക്ക് പ്രോഗ്രസ് ഭയങ്കര പാടായിരിക്കും. സോ പ്ലീസ്, സെൽഫ് സ്റ്റഡി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, മറ്റേ കാറിൻ്റെ എക്സാമ്പിൾ. ഒരു കാർ ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ തിയറി കൊണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിയും, പക്ഷെ അത് ഓടിക്കാനായിട്ട് അതിലിരുന്ന് ഗിയർ ഇട്ട് ക്ലച്ച് മാറ്റി ഓടിച്ച് പഠിക്കണം, അല്ലേ? യെസനോ? തഴക്കം വരണം, അല്ലേ? യെസനോ? അപ്പോൾ തിയറി മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരും, പക്ഷെ പ്രോബ്ലംസ് ചെയ്തേ പറ്റൂ. പ്രോബ്ലംസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ ഫൈൻ. അപ്പോൾ പുതിയ മക്കൾക്കായിട്ട് എൻ്റെ പേര് സുദർശൻ. പഠിച്ചതൊക്കെ ബിച്ച് പിലാനിയിലാണ് മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി എടുത്തത്. സ്കൂളിംഗ് ഒക്കെ കൊച്ചിയിലായിരുന്നു, ആലുവയിലായിരുന്നു. ഇഷ്ടംപോലെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല കോളേജസിൽ അവർ എത്തിയിട്ടുമുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൾ ദാറ്റ് റൈറ്റ് നൗ. ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞ പോലെ പഴയ ലെക്ചേഴ്സ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കുറേ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നെ തന്നെ. നമുക്കിന്ന് കാര്യത്തിലോട്ട് വേഗം കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മെയിൻ ടാസ്ക്. മെയിൻ ടാസ്ക് ഇതല്ല കേട്ടോ, പക്ഷെ ഇത് നിങ്ങൾ ചെയ്യണം. ലെക്ചേഴ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. തമ്മിലടിക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം നമ്മുടെ ഈ ഫാമിലിയുടെ ഗ്രോത്ത് ഞാൻ നമ്മൾ എന്നാണ് പറയുന്നത്. സോ വി ആർ എ ഫാമിലി. സോ സപ്പോർട്ട് അസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അത്രയും എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. കാര്യം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഒരു സാറ് വന്ന് മുമ്പിലിരുന്ന് കഥാപ്രസംഗം നടത്തണ പോലെ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ മുമ്പിൽ പുറകിൽ വലിയൊരു ടീമുണ്ട്. കുറേ പേര് ഉറക്കമൊളിച്ച് ഇതിൻ്റെ പുറകിലുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ കീപ് സപ്പോർട്ടിങ് അസ്, കീപ് സപ്പോർട്ടിങ് അവർ ഗ്രോത്ത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ. ഓക്കെ, അപ്പം നമുക്കിന്ന് എന്ത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ, Colligative Properties. One of the most important topics in this chapter, that is Colligative Properties, my dear students. ഈ Colligative Propertiesൽ നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക, സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാള് ആദ്യം നമ്മൾ തുടങ്ങിയത് ഏതാണ്? ഹെൻറീസ് ലോ വെച്ചിട്ടാണ്. ഓർമ്മയില്ലേ? ഹെൻറീസ് ലോയില് ഗ്യാസ് ഇൻ ലിക്വിഡ് ആയിരുന്നു. പിന്നെ നമ്മൾ റൗൾസ് ലോ ഫോക്കസ് ചെയ്തു, അത് ലിക്വിഡ് ഇൻ ലിക്വിഡ് ആയിരുന്നു. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻഫാക്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, Colligative Properties. ഓക്കെ, യെസ് ആൻഡ് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും. എന്നാൽ ഇത് അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്കും അല്ല കേട്ടോ. കുറേ കണക്ഷൻ ഉണ്ട്, റൗൾസ് ലോ ആയിട്ട് കുറേ കണക്ഷൻ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻറ്റുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു Colligative Properties. ഞാൻ പറഞ്ഞതുപോലെ Colligative Propertiesൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്
Colligative properties we will focus on a non-volatile solute. A non-volatile solute in solvent. In a volatile solvent. Okay, in a volatile solvent. അതായത് ഇത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ വോളറ്റൈൽ സോൾവെന്റ്. ഈ നോൺ വോളറ്റൈൽ എന്ന് ഉദ്ദേശം എന്താണ്? ഈ സൊല്യൂട്ട് വേപ്പറൈസ് ആവില്ല, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സോളിഡ് സൊല്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളറ്റിലിറ്റി വളരെയധികം കുറവായിരിക്കും. അത്തരത്തിൽ ഫോർ എക്സാമ്പിൾ NaCl ഉപ്പെടുത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം ഇവാപ്പറേറ്റ് ആവും, പക്ഷെ ഉപ്പിന്റെ വേപ്പറൈസേഷൻ ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ, മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? അപ്പൊ അത്തരത്തിലുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ വോളറ്റൈൽ സോൾവെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ. എല്ലാവരും നോക്കുക, ഡെഫിനേഷൻ നോക്കുക. Those physical properties of a solution which depends upon the relative number of particles of a solute and do not depend on nature of solute particles are called as colligative properties. Which depends on the relative number of solute particles, not on the nature of solute particles. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ മനസ്സിലായില്ല സാറ്, സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഡെഫിനറ്റ്ലി മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഞാനിപ്പോൾ രണ്ട് സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കുക. രണ്ടിലും വെള്ളമാണ് സോൾവെന്റ്. H2O is the solvent, my dear students. രണ്ടിലും H2O ആണ് സോൾവെന്റ്. H2O is the solvent. ഒരെണ്ണത്തിൽ ഞാൻ NaCl ഇട്ടു, മറ്റേതിൽ ഞാൻ KCl ഇട്ടു എന്ന് വിചാരിക്കാം. Yes or no? ഈ രണ്ട് സൊല്യൂഷന്റെയും let us say the amount of NaCl that I put, the amount of NaCl and the amount of KCl that I put is the same. The amount of NaCl and the amount of KCl that I put is the same. For example, 10 mol NaCl ഇട്ടു, ഇവിടെ 10 mol KCl ഇട്ടു. Yes or no? Fine. Amount of solventum സെയിം ആണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി ക്ലാസ്സസ് കണ്ടു എന്ന് വിചാരിക്കുന്നു ഹേമൻ സാറിന്റെ. ഡെഫിനറ്റ്ലി കാണാൻ മറക്കരുത്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങൾ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിച്ചു കാണുമല്ലോ. കണ്ടക്ടൻസ്, യെസ് ഓർ നോ? കണ്ടക്ടൻസിനെ കുറിച്ച് പഠിച്ചു കാണുമല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, is the conductance same, electrical conductance same in both the solution? Is the electrical conductance same in both the solution? Technically പറയുകയാണെങ്കിൽ അല്ല, because electrical conductance depends on mobility of ions. ഹേനോ, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഡിപ്പെൻസ് ഓൺ മൊബിലിറ്റി. എത്ര പെട്ടെന്ന് ആ അയോൺസിന് നീങ്ങാൻ പറ്റും. ഇവിടെയുള്ള അയോൺസ് ഏതാ? Na പ്ലസും Cl മൈനസും. ഇവിടെയുള്ള അയോൺസ് ഏതാ? K പ്ലസും Cl മൈനസും. സോ എത്ര പെട്ടെന്ന് ഈ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് സൊല്യൂട്ട്. Electrical conductance is a property which depends on the type of solute. In fact, ഞാൻ ഇതിനൊരു പേരും കൊടുക്കാം. This is actually called as electrical conductance is a constitutional property. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പർട്ടി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സ്ട്രക്ചർ ഓർ ടൈപ്പ് ഓഫ് സൊല്യൂട്ട് ഇൻസൈഡ്. ഫോർ എക്സാമ്പിൾ, NaCl പകരം ഞാൻ HCl ഇടുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് വീണ്ടും മാറും. കാര്യം എമൗണ്ട് ഒക്കെ സെയിം ആണ്. 10 NaCl 10 KCl അപ്പുറത്ത് 10 HCl സൊല്യൂഷൻസും ഇടുകയാണെങ്കിലും കണ്ടക്ടൻസ് ഡിഫറെന്റ് ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണെങ്കിലും. Such properties are constitutional properties which depends on the type of solute that you take. എന്നാൽ colligative properties എന്താണ്? Colligative properties does not depend on the type of solute. അതായത് ഈ colligative properties of this solution and this solution will be exactly the same. എന്തുകൊണ്ടാണ്? അവരുടെ
number of solute particles or concentration of the solute particles is the same. Irrespective of whether it is urea, NaCl or glucose, whatever it is, colligative properties മാറുന്നില്ല. It just depends on the number or concentration. ഇവിടെ വേറൊരു കാര്യം ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് ഇലക്ട്രോലൈറ്റ്സും നോൺ ഇലക്ട്രോലൈറ്റ്സിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. വിൽ ബി ലേണിംഗ് അബൌട്ട് ദാറ്റ് ലേറ്റർ. ഓക്കെ, കൺസിഡറിംഗ് ദാറ്റ് NaCl ആൻഡ് KCl ആർ ഫുള്ളി ഡിസോസിയേറ്റഡ്. കൺസിഡറിംഗ് ഫുള്ളി ഡിസോസിയേറ്റഡ്, അതായത് 10 NaCl എടുക്കുകയാണെങ്കിൽ 10 Na പ്ലസും 10 Cl മൈനസും ഉണ്ടാവും ഇതിനകത്ത്. ഇവിടെ 10 K പ്ലസും 10 Cl മൈനസും ഉണ്ടാവും. Yes or no? So total number of solute particles is the same over here and here. So colligative properties will be the same for these two solutions. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് colligative properties എന്ന് വിളിക്കുന്നത്. Constitutional properties മാറുന്നു. It depends on the type of solute particles. ഇവിടെ 10 Na plus ആണ്, അവിടെ 10 K plus ആണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ടൻസിന് മാറ്റം വരുന്നു. So conductance is a constitutional property. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അപ്പൊ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് സാർ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഓക്കെ, കണ്ടക്ടൻസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ല. അപ്പോൾ ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 തരത്തിലുണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇസ് ബേസിക്കലി ഡെൽറ്റ TB. ഓക്കെ, ഡെൽറ്റ TB എന്നാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ TF. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ഇസ് ഓസ്മോട്ടിക് പ്രഷർ. പൈ വെച്ചിട്ടാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്. ഈ 4 എണ്ണമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി ഇത് 4 എണ്ണം എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദിവനെ മാത്രമാണ്. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. ഇവനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളത് വഴിയേ വരും. ഓക്കെ, സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ്. The first colligative property that we are going to deal with is relative lowering in vapor pressure. Let's understand what it is. എല്ലാവരും നോക്കുക. When a non-volatile solute is dissolved in a pure solvent, the vapor pressure of the solvent is lowered. അതെന്തുകൊണ്ടാ സാറേ? When a non-volatile solute is dissolved in a pure solvent, the vapor pressure of the solvent is lowered എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. That is, the vapor pressure of a solution is always lower than that of pure solvent. Epo, my dear students, in case of eppozhana, my dear students, in case of non-volatile solute. In case of non-volatile solute, അതായത് ഒരു non-volatile solute ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ 100% my dear students, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ മേലും കമ്മിയായിരിക്കും, കുറവായിരിക്കും. ഞാൻ പ്രൂവ് ചെയ്ത് തരാം. വെരി സിമ്പിൾ ആണ്, വളരെയധികം സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ലെറ്റ് us say that, എല്ലാവരും നോക്കുക. ലെറ്റ് us say that ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എടുത്തു, as in ഒരു സോൾവെന്റ് എടുത്തു. ഓക്കെ, ലെറ്റ് us say that I take a solvent over here which is made up of A particles. ഓക്കെ, A ആണ് സോൾവെന്റ് എന്ന് വിചാരിക്കാം. Yes or no? A ആണ് solvent. Okay, and to this solvent I am adding a non-volatile solute B. So B എന്ന് പറയുന്നത് ഒരു non-volatile solute ആണ്. non-volatile non-volatileന്റെ അർത്ഥം എന്താണ്? It does not vaporize. Yes or no? It does not vaporize. അപ്പോൾ നമുക്ക് നോക്കാം what happens over here. Initially ഞാൻ ഇതിന്റെ സർഫസ് നോക്കുകയാണെങ്കിൽ only A particles ഉള്ളൂ. പ്യുവർ A ആണ്. only A particles ഇതിന്റെ സർഫസിലുള്ളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ B ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഞാൻ B ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സർഫസ് B കൊണ്ടുപോകും അല്ലേ?
കുറച്ച് ആ സർഫസ് പാർട്ടിക്കിൾസിൽ കുറച്ച് ബി കൊണ്ടുപോകും മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് എ പാർട്ടിക്കിൾസ് ഉണ്ടാവും, പക്ഷെ ബാക്കിയുള്ള സ്ഥലം ബി കൊണ്ടുപോകും അല്ലെ, ബാക്കിയുള്ള സ്ഥലം ബി കൊണ്ടുപോകും എന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ബി പാർട്ടിക്കിൾസും ഉണ്ട് ഇവിടെ. യെസ് ഓർ നോ? ഇനി വേപ്പറൈസേഷൻ നടക്കുന്നു. Now let's consider the vaporization. ഇവിടെ വേപ്പറൈസേഷൻ നടക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി പ്യോർ എ പാർട്ടിക്കിൾസ് പോകുന്നു മേളിലോട്ട് അല്ലെ. യെസ് ഓർ നോ? Let us say that the vapor pressure of pure A is P naught A. Vapor pressure of pure A is P naught A എന്ന് വിളിക്കുന്നു. യെസ് ഓർ നോ? പ്യോർ എയുടെ വേപ്പർ പ്രഷർ പി നോട്ട്. ഇപ്പുറത്തോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പുറത്ത് എ പാർട്ടിക്കിൾസ് മേലോട്ട് പോവും, പക്ഷെ ബി പാർട്ടിക്കിൾസ് മേലോട്ട് പോവില്ല. ബിക്കോസ് ബി പാർട്ടിക്കിൾസ് ആർ നോൺ വോളറ്റൈൽ. അതായത് ഇവിടെ മേളിലേക്ക് പോകുന്ന എ പാർട്ടിക്കിൾസ് എന്തായാലും 100% ഇവിടെ പോണേലും കുറവായിരിക്കും. കാര്യം എന്താണ്? ഇവിടെ ഒരു 1000 പാർട്ടിക്കിൾസ് സർഫസിലുണ്ടെങ്കിൽ, എ പാർട്ടിക്കിൾ സർഫസിലുണ്ടെങ്കിൽ അവിടെ ആ 1000 പാർട്ടിക്കിൾസ് ഇല്ല. കാര്യം കുറച്ച് ബി പാർട്ടിക്കിൾസ് ആണ് സൈഡിൽ വന്ന് നിൽക്കുന്നത്. അവന്മാരാണെങ്കിൽ അനങ്ങൂല്ല, അവന്മാര് മേളിലോട്ട് പോവില്ല അല്ലെ. പുല്ല് തിന്നൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കൂല്ല എന്ന് പറയുന്നത് പോലെ ബി പാർട്ടിക്കിൾസ് മേളിലോട്ട് പോകുന്നില്ല. only less number of A particles are going up. So obviously ഇവിടെ വരാൻ പോകുന്ന വേപ്പർ പ്രഷർ, ലെറ്റ് us say I put it as P naught S എന്നിടണ്ട PS എന്നിട്ടാൽ മതി. P naught S എന്നിടണ്ട PS എന്നിട്ടാൽ മതി. So this is the solution vapor pressure. ലോജിക്കലി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. P naught A will be greater than PS. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൊണ്ട് തന്നെ. ഇവിടെ A particles, all the surface particles are A. അവിടെ all the surface particles are not A. There is a non-volatile solute over here. ഈ non-volatile solute ആണെങ്കിൽ മേലോട്ട് പോവില്ല. അപ്പോൾ only less number of A particles can vaporize over here at a given temperature. So obviously ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോൾവെന്റ് വേപ്പർ പ്രഷറിനും കുറവായിരിക്കും എപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ. ഇനി ഞാൻ ഇതിനെ റൗൾസ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കറിയാം സൊല്യൂഷൻസ് വേപ്പർ പ്രഷർ is equal to chi A P naught A plus chi B P naught B. Chi A P naught A plus chi B P naught B. ഇതിൽ P naught B എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യോർ ബി. ഈ വേപ്പർ പ്രഷർ ഓഫ് പ്യോർ ബി എത്രയാണ്? 0 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. വേപ്പർ പ്രഷർ ഓഫ് പ്യോർ ബി is equal to 0. കാര്യം എന്താണ്? ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ നമുക്ക് ഇവനെ അങ്ങോട്ട് ചാമ്പിക്കളയാം. This is not required at all. So we can say that PS is equal to chi A into P naught A. അതായത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ is chi A into P naught A. And we know that chi A is a fraction. അത് മോൾ ഫ്രാക്ഷൻ ആണ്. Yes or no? So obviously chi A is lesser than 1. Chi A is lesser than 1 means a quantity lesser than 1 into P naught A. Obviously PS will be lesser than P naught A. Yes or no, my dear students? Perfect or not? Got it? ഇനി ഞാൻ വേറൊരു മാജിക് കാണിച്ചു തരാം. ഞാൻ ഒരു ടേം ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഇവിടെ. So we just understood that PS is equal to chi A P naught A. So definitely PS is lesser than P naught A. And the solution vapor pressure is lesser than the solvent vapor pressure. So everyone look over here. ഞാനൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും നോക്കുക. ഞാനൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. Lowering in vapor pressure. Lowering in vapor pressure എന്ന് വെച്ചാൽ എത്ര കുറവുണ്ട് വേപ്പർ പ്രഷറിൽ ആഫ്റ്റർ ദ സൊല്യൂഷൻ ഇസ് മെയ്ഡ്. എത്ര കുറവുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് P naught A minus PS. This is lowering in vapor pressure. Yes or no? ഞാൻ വേറൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. Relative lowering. അതായത് ഇപ്പൊ കണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. Relative lowering
in vapor pressure. Relative lowering in vapor pressure എത്രയാണ്? Relative lowering in vapor pressure is P naught A minus PS divided by P naught A. P naught A minus PS divided by P naught A. Yes or no? ഇനി ഇതില് PS നെ നമുക്ക് എങ്ങനെ എഴുതാം? P naught A minus chi A into P naught A എന്ന് എഴുതാലോ മൈ ഡിയർ സ്റ്റുഡൻസ്. PS നെ നമുക്ക് chi A into P naught A എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? നമ്മളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇവിടെ. ഡിവൈഡഡ് ബൈ P naught A. ഇതിൽ P naught A മൊത്തം ക്യാൻസൽ ആയി പോകും. എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? വി ഗെറ്റ് 1 minus chi A. And what is 1 minus chi A? Chi B. And what is 1 minus chi A? Chi B, my dear students. അതായത് relative lowering of vapor pressure, ഞാനത് ഇപ്പുറത്തേക്ക് എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ്. relative lowering of vapor pressure യൂഷ്വലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഡെൽറ്റ പി relative is nothing but equal to mole fraction of solute. is equal to mole fraction of solute. ഇവിടെ ഞാനൊരു assumption എടുത്തിട്ടുണ്ട്. This is a non-volatile, obviously non-volatile ആണ്, non-volatile, non-electrolyte solute. Okay, അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ നോൺ ഇലക്ട്രോലൈറ്റ് സാർ എന്തിനാണ് എടുത്തു പറയുന്നത്? what is an electrolyte? Electrolytes are something that splits into cations and anions. നോൺ ഇലക്ട്രോലൈറ്റ് ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് വരികയാണെങ്കിൽ ഒരു ചെറിയൊരു ഫാക്ടറും കൂടി ഇവിടെ വരും. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. വാൻഡോ ഫാക്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഐ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. ഓക്കെ, അത് ഈ ചാപ്റ്ററിന്റെ എൻഡിൽ നിങ്ങൾ മനസ്സിലായി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടേം. ഇവിടെ നമ്മൾ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ടിനെയാണ് എടുത്തത്. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ സാർ ഇലക്ട്രോലൈറ്റ് എടുത്താൽ എന്ത് പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ പേ റിലേറ്റീവ് ഇസ് ഈക്വൽ ടു chi b, this equation. And what does it tell you? It tells you that relative lowering of vapor pressure just depends on mole fraction of solute. ഇവിടെ ഞാൻ ഏത് സൊല്യൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഗ്ലൂക്കോസ് ആണോ, യൂറിയ ആണോ, ഫ്രക്ടോസ് ആണ്, എന്ത് സൊല്യൂഷൻ, സൂക്രോസ് ആണ്, എന്ത് സൊല്യൂട്ട് എടുക്കുകയാണെങ്കിലും ഇറ്റ് ഇസ് ജസ്റ്റ് ഈക്വൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. സോ ഇറ്റ് ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. മറക്കരുത്. വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് ഡെൽറ്റ പി റിലേറ്റീവ് ഇസ് ജസ്റ്റ് ഡിപെൻഡന്റ് ഓൺ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ സെയിം ആണെങ്കിൽ അതിപ്പോ ഗ്ലൂക്കോസിന്റെ സൊല്യൂഷൻ ആയാലും ഫ്രക്ടോസിന്റെ ആയാലും സൂക്രോസിന്റെ ആയാലും യൂറിയയുടെ ആയാലും മോൾ ഫ്രാക്ഷൻ സെയിം ആണെങ്കിൽ ഇപ്പൊ ഞാൻ 4 സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ഒരെണ്ണത്തില് ഗ്ലൂക്കോസ്, ഒരെണ്ണത്തില് ഫ്രക്ടോസ്, ഒരെണ്ണത്തില് സൂക്രോസ്, ഒരെണ്ണത്തില് യൂറിയ. ഇതിന്റെ 4ന്റെയും മോൾ ഫ്രാക്ഷൻസ് സെയിം ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ 4ന്റെയും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സെയിം ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് സൊല്യൂട്ട് ഇസ്. അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ബ്യൂട്ടി. മൈ ഡിയർ സ്റ്റുഡൻസ്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കുക, P naught A minus PS by P naught A is equal to NB by NA plus NB. ഈ NB by NA plus NB എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? NB by NA plus NB is nothing but it is a mole fraction of solute. ഇനി വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻസ്, ഫോർ എ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ, അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രം, വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് ഈ P naught A minus PS by P naught A can be approximated to NB by NA. ഈ NA എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആണ്. സ്മോൾ NB എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, അത് വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് നമുക്കറിയാം NB is very very less compared to NA. NB is very very less compared to NA. അപ്പോൾ ഈ NA plus NB എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി NA ആയിട്ട് എടുക്കാം. അതായത് ഒരു വലിയ നമ്പർ എടുക്കാണ്, 1,00,000, 1 lakh plus 0.001 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 1 lakh ആയിട്ട് കാണാമല്ലോ. ആ ഒരു ലോജിക്കോടെ യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, NA plus NB അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു NA. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്.
So we can say that delta P relative, wait a minute. So we can say that delta P relative, എല്ലാവരും നോക്കുക, ഈ P0A minus PS, P0A minus PS, ഒരു മിനിറ്റ്, P0A minus PS by P0A എന്താണ്? delta P relative. delta P relative can be approximated to NB by NA. Okay, yes or no my dear students? ഇത് മറക്കരുത്. എപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ മാത്രം കേട്ടോ, അത് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം, വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ കേസിൽ മാത്രമേ ഈ അപ്രോക്സിമേഷന് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു NB by NA plus NB, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു NB by NA plus NB. ഇത് നിങ്ങൾ മറക്കരുത്. യെസ് ഓ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? യെസ് ഓ നോ? ഇനി വേറൊരു കാര്യം പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്കറിയാം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡെൽറ്റ പി റിലേറ്റീവ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഡെൽറ്റ പി റിലേറ്റീവ് ഇസ് ഈക്വൽ ടു P0A minus PS divided by P0A. Yes or no my dear students? And that is equal to എത്രയാണ്? That is equal to NB by NA plus NB. Yes or no? ഇവനെ ഞാൻ ഉൾട്ടടിക്കുകയാണ്, അതായത് നേരെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. എന്ത് പറ്റും? P0A divided by P0A minus PS. എത്ര കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്? NA plus NB divided by NB. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു NA divided by NB plus 1 അല്ലേ? യെസ് ഓ നോ? ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. യെസ് ഓ നോ? ഈ വണ്ണിനെ ഞാൻ അങ്ങോട്ട് എടുത്തു. സോ വി ക്യാൻ റൈറ്റ് P0A by P0A minus PS minus 1 is equal to NA minus 1 is equal to NA by NB. Yes or no? Fine. ഇനി LCM എടുത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്? We get PS divided by P0A minus PS is equal to NA by NB. അത് തന്നെ ഞാൻ റെസിപ്രോക്കൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്? അതിന്റെ തന്നെ റെസിപ്രോക്കൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? We get P0A minus PS divided by PS is equal to NB by NA. Now my dear students, അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് എന്താ, എങ്ങോട്ടാ പോയത്, എന്തിനാണ് ഇതൊക്കെ ഡിറൈവ് ചെയ്തത്? Guys, this is used for problems. This can be directly used for problems, used for questions. കുറേ questions solve ചെയ്യാനായിട്ട് this will help you guys. This will help you guys. അപ്പൊ ഇതിന്റെയും ഡിഫറൻസ് മനസ്സിലായോ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ is P0A minus PS divided by P0A. That is equal to NB by NA plus NB. On the other hand, P0A minus PS by PS, അതായത് അടിയിൽ PS ആണ്, ഇവിടെ P0A ആണ്. PS ആണെങ്കിൽ this is NB by NA. ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ യൂസ് എന്താണ്? എന്തെങ്കിലും യൂസ് ഉണ്ടോ? നമുക്ക് നോക്കാം. എല്ലാവരും നോക്കുക. Colligative properties can be used to find the molecular mass
the molecular mass of an unknown solute. Molecular mass of an unknown solute. അതായത് ഞാനിപ്പോൾ ഒരു പുതിയ സൊല്യൂട്ട് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഒരു പുതിയ സൊല്യൂട്ട് കണ്ടുപിടിച്ചു എന്ന് വരിക. I can easily find out the molecular mass of the solute using colligative properties and the theories that we learned over here. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വളരെ സിമ്പിൾ അല്ലേ. See, we know that relative lowering of vapor pressure is equal to chi v, which is nothing but NB divided by NB plus NA. Yes or no, my dear champions? NB divided by NB plus NA. Yes or no? Fine. Approximately for dilute solutions, ഇവനെ തന്നെ നമുക്ക് ഈ delta P relative we can approximately say that I told you this is approximately equal to NB by NA. Yes or no? NB by NA. Now what is NB, my dear students? NB is number of moles of solute, which is nothing but weight of B divided by molecular mass of B. And what is NA, my dear students? Weight of A divided by molecular mass of A. Yes or no? Fine. അത് ഞാൻ ഇവിടെ കൊണ്ട് ചാമ്പുകയാണെങ്കിൽ delta P relative will be equal to WB MA divided by MB WA. അതായത് ഞാനിപ്പോൾ ഒരു സയന്റിസ്റ്റ് ആണ്, എനിക്കൊരു യുറേക്കോ മൊമെന്റ് കിട്ടി. അതായത് ഞാനൊരു പുതിയ കോമ്പൗണ്ട് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ആ കോമ്പൗണ്ട് ആണ് ബി. ആ കോമ്പൗണ്ട് ഒരു സോളിഡ് നോൺ വോളറ്റൈൽ കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഞാനത് കണ്ടുപിടിച്ചു. എനിക്കിതിന്റെ മോളിക്കുലർ മാസ് മനസ്സിലാക്കണം. ഞാൻ എന്ത് ചെയ്യും മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവനെ ഒരു WB എമൗണ്ട് ഞാൻ എടുക്കും. ഞാൻ വെയ് ചെയ്തെടുക്കും. ഓക്കെ, എനിക്ക് വെയിങ് സ്കെയിൽ ഉണ്ടല്ലോ. ആ വെയിങ് സ്കെയിലിൽ ഞാൻ WB എമൗണ്ട് വെയ് ചെയ്യും. എന്നിട്ട് ഞാൻ അറിയാവുന്ന ഒരു സോൾവെന്റ് എടുക്കും. എനിക്ക് അറിയാവുന്ന ഒരു സോൾവെന്റ്, ഫോർ എക്സാമ്പിൾ വെള്ളമാണെന്ന് വിചാരിക്കുക. ആ അറിയാവുന്ന സോൾവെന്റ് WA എമൗണ്ട് ഞാൻ എടുക്കും. ആ അറിയാവുന്ന സോൾവെന്റ് ആയതുകൊണ്ട് അതിന്റെ മോളിക്കുലർ മാസും എനിക്കറിയാം. WA എമൗണ്ട് അതിന്റെ വെയിറ്റ്, ആ സോൾവെന്റ് വെയിറ്റ്, അതിന്റെ മോളിക്കുലർ മാസും എനിക്കറിയാം. അറിയാവുന്ന സോൾവെന്റ് അല്ലേ. ഫോർ എക്സാമ്പിൾ വെള്ളമാണെങ്കിൽ 18 ആയിരിക്കും. യെസ് ഓർ നോ? ഞാൻ ഈ WB എമൗണ്ട് ഓഫ് ബി അതിനകത്തേക്ക് ഇടും. എന്നിട്ട് ആ സൊല്യൂഷന്റെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ? അതിനുള്ള അപ്പാരറ്റസ് എനിക്കറിയാം. ആ അപ്പാരറ്റസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഈ ഡെൽറ്റ പി റിലേറ്റീവ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ഈ ഫോർമുലയിലേക്ക് ഇടും. ഇടുമ്പോൾ WB എനിക്കറിയാം, MA എനിക്കറിയാം, WA എനിക്കറിയാം. അപ്പോൾ MB മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ് ഫ്രം ദർ. എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? വി ക്യാൻ ഈസിലി ഗെറ്റ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? WB MA divided by delta P relative into WA. Yes or no? Fine. ഇത് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുല. ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട്സ് ആണെങ്കിൽ കുറച്ച് ഡിഫറൻസ് വരും. അവിടെ വേറൊരു സാധനം കൂടി കയറി വരും. ഞാൻ പറഞ്ഞു വാൻ ഹോഫ് ഫാക്ടർ. ഇവിടെ നമ്മൾ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ സാർ ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊണ്ട് എന്താണ് ഈ ഉപയോഗം? ഇങ്ങനൊരു വലിയ ഉപയോഗമുണ്ട്. അതായത് നാളെ നിങ്ങളൊരു സയന്റിസ്റ്റ് ആയിട്ട് നിങ്ങളൊരു സൊല്യൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ മാസം നിങ്ങൾക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? യെസ് ഓർ നോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒരു ചിന്ത പോകുന്നുണ്ടാവും, സാറ് പറഞ്ഞു ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സാർ എക്സ്പെരിമെന്റ്സ് വെച്ച് കണ്ടുപിടിച്ചു എന്ന്. സാർ ഏത് എക്സ്പെരിമെന്റ് ആണ് ഉപയോഗിച്ചത്? നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകണം എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഇവന്മാരെല്ലാവരും വേണം. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെരിമെന്റ്സ് മതി. എക്സ്പെരിമെന്റ്സിൽ കൂടെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ആ എക്സ്പെരിമെന്റ്സ് കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഈ ഫോർമുലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് MB കണ്ടുപിടിക്കാൻ പറ്റും. ഈ എക്സ്പെരിമെന്റ് എന്താണ്?
Or what is a method to find the relative lowering of vapor pressure? Is there a method to find the relative lowering of vapor pressure? Absolutely yes, my dear students. എല്ലാവരും നോക്കുക. The method is called as Ostwald-Walker method. The method is called as Ostwald-Walker method. Measurement of RLVP, relative lowering of vapor pressure. What is this method? എല്ലാവരും നോക്കുക, ഞാൻ ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് മെത്തേഡാണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നോക്കുക. In this method, a stream of dry air is bubbled successively എന്ന് വെച്ചാൽ one after the other, successively through the solution and the pure solvent. Got it? And after that, a reagent which can absorb the vapor of the solvent. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി. എല്ലാവരും നോക്കുക. We have 3 containers. This is one container which has a solution. This is one container which has the pure solvent. And this is a container which has a substance which can absorb the solvent. For example, വെള്ളമാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിപ്പോൾ CaCl2 വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ CaCl2 can absorb the moisture. CaCl2 has the ability to absorb moisture. Yes or no? So basically നമ്മൾ ഒരു ചേംബറിൽ സൊല്യൂഷൻ എടുത്തു, വേറൊരു ചേംബറിൽ പ്യുവർ സോൾവെന്റ് എടുത്തു, വേറൊരു ചേംബറിൽ any substance, any dehydrating agent like CaCl2 which can dehydrating എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ സോൾവെന്റ് വെള്ളമാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. So any substance which can absorb the solvent. Okay, ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? I am going to pass dry air into this. When I pass dry air, my dear students, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നോക്കുക. When dry air is passed through a solution, when dry air is passed through a solution, there is a loss of mass in the solution which is proportional to its vapor pressure. ഈ ഒരു തിയറി നിങ്ങൾ മനസ്സിലാക്കണം. When dry air is passed through a solution, there is a loss of mass in the solution which is proportional to its vapor pressure. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായില്ല എന്ന് മനസ്സിലായി, അറിയാം, വ്യക്തമാവില്ല, കാര്യം ഞാൻ മര്യാദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നോക്കൂ, എല്ലാവരും നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു. ഇതിൽ ഒരു ലിക്വിഡ് ഉണ്ട് എന്ന് വിചാരിക്കും. യെസനോ, ഇവിടെ വേപ്പറാണ്. അതേപോലെ വേറൊരു കണ്ടെയ്നർ എടുത്തു. യെസനോ, ഇത് സൊല്യൂഷൻ ആണ്. ഓക്കെ, ദിസ് ഇസ് സൊല്യൂഷൻ. സോ ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് the solvent and the non-volatile solute. ഓക്കെ, ഞാനിവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അപ്പുറത്ത് പ്യുവർ സോൾവെന്റ് ആണ്. ഓക്കെ, അപ്പൊ പ്യുവർ സോൾവെന്റിനും അതിൻ്റെതായ വേപ്പർ പ്രഷർ ഉണ്ടാവും. യെസനോ, ഇവിടെ വേപ്പർ ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. യെസനോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ വേപ്പർ ഉണ്ട്. ഗോട്ട് ഇറ്റ്? ഇവിടെ വേപ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. യെസനോ, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഇതിലേക്ക് ഒരു ഡ്രൈ സ്ട്രീം ഓഫ് എയർ അടിച്ചു കയറ്റുന്നു. എയർ ഫ്ലഷ് ചെയ്യുന്നു. ഓക്കെ, ത്രൂ ദിസ്, ആൻഡ് ഐ എം ഓൾസോ ലെറ്റിംഗ് ഇറ്റ് പാസ് ഓഫ്. another pipe so that the air can escape. ഈ എയർ ഇങ്ങനെ ഇതിലേക്ക് വന്ന് കുറെ തല്ലുണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ it will take some
it will take some vapor along with it. It will take some vapor along with it. അതായത് ഈ എയർ, ഈ ഡ്രൈ എയർ, എല്ലാവരും നോക്കുക, ഈ ഡ്രൈ എയർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ, ഈ ഡ്രൈ എയർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആൻഡ് കുറച്ച് തല്ലുണ്ടാക്കി അവൻ തിരിച്ചു പോകുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം വേപ്പർ അലോങ് വിത്ത് ഇറ്റ്. അവനെ എടുത്തോണ്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? ദർ ഇസ് എ റിഡക്ഷൻ ഇൻ മാസ് ഫോർ ദിസ് കണ്ടെയ്നർ. ഒരു റിഡക്ഷൻ ഇൻ മാസ് ഉണ്ടാവില്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ദർ ഇസ് എ ലോസ് ഓഫ് മാസ് ഇൻ ദാറ്റ് കണ്ടെയ്നർ മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? ദാറ്റ് ലോസ് ഓഫ് മാസിനെയാണ് എല്ലാവരും നോക്കുക, ലോസ് ഓഫ് മാസ്, ലോസ് ഓഫ് മാസ് in solution. Loss of mass in solution is directly proportional to the vapor pressure of the solution. The vapor pressure of the solution. So it is directly proportional to PS. എത്ര മാസ് പോയേ എന്നുള്ളത് depends upon what is the vapor pressure of the solution. Depends on what is the vapor pressure of the solution. അതായത് വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ ലോജിക്കലി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ എയർ കൂടുതൽ എടുത്തുകൊണ്ട് പോകും. യെസ് ഓനോ? യെസ് ഓനോ? ഇനി ഇവനെ ഈ എയറിനെ തന്നെ, ഓക്കെ, ഈ എയറിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിട്ടു. ഈ എയറിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിടുമ്പോൾ എന്ത് പറ്റും? എന്നിട്ട് ഞാനൊരു ഔട്ട്ലെറ്റ് വിട്ടു. അപ്പോൾ എന്ത് പറ്റും? ആ എയർ വന്ന് ഇവിടെയും കുറച്ച് കശപിശ ഉണ്ടാക്കി അവിടെ നിന്നും കുറച്ച് എടുത്തോണ്ട് പോവുമല്ലോ. ആ എടുത്തോണ്ട് പോകുന്ന എത്രയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവരും നോക്കുക. ലോസ് ഓഫ് മാസ് ഇൻ സോൾവെന്റ്, ലോസ് ഓഫ് മാസ് ഇൻ സോൾവെന്റ് എത്രയായിരിക്കും? ഇൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നിങ്ങൾ വിചാരിക്കും സർ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P0A. അതായത് P0A ആണ് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് എങ്കിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P0A എന്ന് നിങ്ങൾ പറയും. അല്ല, ഇറ്റ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P0A മൈനസ് PS. അതെങ്ങനെ കിട്ടി സാറേ? P0A മൈനസ് PS, ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P0A, റൈറ്റ്? അല്ല മൈ ഡിയർ സ്റ്റുഡൻസ്, കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡ്രൈ എയർ, ഞാനിപ്പോ ഡ്രൈ എയർ ഇതിലേക്ക് മാത്രം പാസ് ചെയ്യാന്ന് വിചാരിക്കുക. ഡ്രൈ എയർ അതായത് പ്യുവർ സോൾവെന്റ് മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഡ്രൈ എയർ പാസ് ചെയ്യുകയാണെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ. ലോസ് ഓഫ് മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P0. കറക്റ്റ് ആണ്. ദിസ് ഇസ് ഡ്രൈ എയർ. ഫോർ ഡ്രൈ എയർ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P0. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഡ്രൈ എയർ ആദ്യം തന്നെ കുറച്ച് സോൾവെന്റ് പാർട്ടിക്കിൾസിനെ എടുത്തിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്താണ്? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ the solvent particles that it is going to take or the vapor particles that it is going to take from here cannot be directly proportional to P0A. ബാക്കിയുള്ള കപ്പാസിറ്റിയോടല്ലേ പ്രൊപ്പോർഷണൽ ആവുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബസ്സിൽ 100 കപ്പാസിറ്റി, 100 പേർക്ക് ഇരിക്കാം. ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്ന് 30 പേരെ കയറ്റി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോപ്പിൽ 100 പേരെ കയറ്റാൻ പറ്റുമോ? ഇല്ല, 70 പേരെയല്ലേ കയറ്റാൻ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്ന് 30 പേരെ കയറ്റി, രണ്ടാമത്തെ സ്റ്റോപ്പിൽ 100 പേരെ കയറ്റാൻ പറ്റുമോ? ഇല്ല, 70 പേരെയല്ലേ കയറ്റാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അവൻ PS, അതായത് ലെറ്റസ് സേ നമുക്കറിയാം ലോസ് ഓഫ് മാസ്. ഇവിടെ ഞാൻ ലോസ് ഓഫ് മാസ് ഇൻ സൊല്യൂഷൻ is directly proportional to PS ആണെങ്കിൽ it will be equal to K into PS. Yes or no? Yes or no, my dear students? ഇനി ഞാൻ വേറൊരു കാര്യം ഇവിടെ എഴുതാം. Loss of mass when dry air is passed. Loss of mass when dry air എല്ലാവരും നോക്കുക. Loss of mass when dry air is passed through pure solvent ആണെന്ന് വിചാരിക്കുക. ഡ്രൈ എയർ ഇസ് പാസ് ത്രൂ പ്യുവർ സോൾവെന്റ് ആണെങ്കിൽ ലോസ് ഓഫ് മാസ് എത്രയായിരിക്കും? K into P0A. അതായത് ഡ്രൈ എയർ പ്യുവർ സോൾവെന്റിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ K into P0A ആയിരിക്കും ലോസ് ഇൻ മാസ്. അത്രയും എടുത്തുകൊണ്ട് പോകും ഡ്രൈ എയർ. പക്ഷേ
ഇവിടെ എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവിടെ ഡ്രൈ എയർ അല്ല വരുന്നത്. ഇവിടെ ഡ്രൈ എയർ അല്ല വരുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഡ്രൈ എയർ ആണ് ഇതിൽ കൂടെ വരണമെങ്കിൽ ഇൽ ബി കെ ഇൻറ്റു പി നോട്ട്. പക്ഷെ ഇവിടുന്ന് കുറച്ച് എടുത്തിട്ടാണ് വരുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. അവിടെ നിന്ന് എത്ര എടുത്തിട്ട് വരുന്നത്? കെ ഇൻറ്റു പി എസ്. അവിടെ നിന്ന് എടുത്തിട്ട് വരുന്നത് എത്രയാണ്? കെ ഇൻറ്റു പി എസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. കെ സെയിം ആണ് കേട്ടോ. ഇവിടെ നിന്ന് എടുത്തിട്ട് വരുന്നത് കെ ഇൻറ്റു പി എസ് ആണ്. മാക്സിമം ഇവിടെയുള്ള മാക്സിമം കപ്പാസിറ്റി എത്രയാ? കെ ഇൻറ്റു പി നോട്ട്. ഇവിടെ നിന്ന് എടുത്തിട്ട് വരുന്ന എത്രയാണ്? കെ ഇൻറ്റു പി എസ്. അപ്പൊ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന എത്രയായിരിക്കും? കെ ഇൻറ്റു പി നോട്ട് എ മൈനസ് കെ ഇൻറ്റു പി എസ്. അതായത് കെ ഇൻറ്റു പി നോട്ട് എ മൈനസ് പി എസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നത് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി നോട്ട് എ മൈനസ് പി എസ് എന്ന്. ഒന്നും കൂടി പറഞ്ഞു തരാം. ഡ്രൈ എയർ പ്യുവർ സോൾവെന്റിൽ കൂടെ വിടുകയാണെങ്കിൽ ആ ഡ്രൈ എയർ എടുത്തോണ്ട് പോകാൻ പോകുന്നത് കെ ഇൻറ്റു പി നോട്ട് എ ആയിരിക്കും. ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി നോട്ട് എ. ഡ്രൈ എയർ സൊല്യൂഷനിൽ വിടുകയാണെങ്കിൽ കെ ഇൻറ്റു പി എസ്. ആ സൊല്യൂഷനിൽ നിന്ന് വന്ന എയർ ഇത്രയും മാസ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എത്ര ബാക്കി എടുക്കും? ഇവിടെ നിന്ന് ബാക്കി എടുക്കാൻ പോകുന്നത് ഈ മാക്സിമം കപ്പാസിറ്റി മൈനസ് ഈ കപ്പാസിറ്റി അല്ലേ? ഓൾറെഡി ഇത്രയും ഫില്ല് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. ആ ബസ്സിന്റെ എക്സാമ്പിൾ നോക്കുക. 30 പേരെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ 70 പേരെ കയറ്റിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. സോ ബേസിക്കലി നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. I'll just write it once again. Loss of mass in solvent is directly proportional to P naught A minus PS. Got it? Yes or no, my dear champions? Yes or no? Fine. ഇനി ഇവനെ ഞാൻ കയറ്റുന്നത് എങ്ങോട്ടാണ്? ഇവനെ ഞാൻ കയറ്റുന്നത് ആ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റിലാണ്. ആ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഇതിനകത്തുണ്ട്. ഈ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ അത് കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ ദിസ് ഗായ് വിൽ ടേക്ക് ഓൾ ദ വേപ്പർ. അതായത് ഇവിടുന്ന് മൊത്തം എടുത്തുകൊണ്ട് വന്ന വേപ്പറിനെ ഇവൻ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഡ്രൈ എയറിനെ അവൻ പുറത്തേക്ക് വിടും. ഈ വേപ്പറിനെ മൊത്തം അബ്സോർബ് ചെയ്ത് ഡ്രൈ എയറിനെ പുറത്തോട്ട് വിടും. അപ്പൊ എന്ത് പറ്റും? there will be a gain in mass over here. Yes or no? ഈ CaCl2 will absorb all the moisture. അപ്പൊ there will be a gain in mass over here. Don't you think that the gain in mass will be directly proportional to P naught A? അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അതെങ്ങനെ? ഞാൻ ആ ബസ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം. 30 പേരെ ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോപ്പിൽ 70 പേരെ പിക്ക് ചെയ്തു. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റോപ്പിൽ ഈ 100 പേരെ ഇറക്കി വിട്ടു. ദാറ്റ് ഇസ് എ മാക്സിമം കപ്പാസിറ്റി ഓഫ് ദ ബസ് അല്ലേ? അപ്പൊ ഇവിടുന്ന് മൊത്തം പി നോട്ടയുടെ ഇവിടെ നിന്ന് ആ വെള്ളം പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ എൻറ്റയർ വേപ്പർ ഇസ് അബ്സോർബ്ഡ് ഓവർ ഹിയർ. ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? കാര്യം ഇതായിരുന്നു മാക്സിമം കപ്പാസിറ്റി മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ നിന്നുള്ള എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് പോയി അതെല്ലാം CaCl2 അബ്സോർബ് ചെയ്യുമ്പോൾ ദാറ്റ് ഗെയിൻ ഇൻ മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P naught. Yes or no, my dear champions? Yes or no, my dear students? അപ്പോൾ എല്ലാവരും നോക്കുക. Loss in mass of solution is directly proportional to PS. Yes or no? അതല്ല നമ്മളിവിടെ കണ്ടത്. Loss in mass of solution directly proportional to PS. Next, loss in mass of solvent directly proportional to P naught minus PS. Yes or no? P naught എന്നുള്ളത് P naught A ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. ബേസിക്കലി സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ P naught minus PS അല്ലെങ്കിൽ P naught A ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. Basically it's solvent, okay, pure solvent. Yes or no? Gain in mass of dehydrating agent is directly proportional to P naught. Now, what is relative lowering of vapor pressure?
Relative lowering of vapor pressure എത്രയാണ്? Relative lowering of vapor pressure നമുക്കറിയാം, it is nothing but P0 minus PS divided by P0. So P0 minus PS എത്രയാണ്? P0 minus PS is basically directly proportional to loss in mass of solvent. ഈ loss in mass of solvent മേളിൽ എഴുതാം. Divided by P0 is proportional to gain in mass of dehydrating agent. So gain in mass of CaCl to താഴത്തെ എഴുതാം. So if you know this value and this value, you can easily find relative lowering of vapor pressure. അത് നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്, ഈ മാസം നിങ്ങൾക്ക് അറിയാലോ, വെറുതെ വെയ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര ലോസ് ഉണ്ടെന്ന്. ഈ മാസം നിങ്ങൾക്കറിയാം ഗെയിൻ ഇൻ മാസ് ഓഫ് CaCl2, വെയ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടി. ഇങ്ങനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, യെസ് ഓർ നോ? മറക്കരുത്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഫൈൻ, ഗോട്ട് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് P0 minus PS by PS. ഈ ഒരു ഇക്വേഷൻ ഓർമ്മയില്ലേ? P0 minus PS by PS, that is equal to N2 by N1. യെസ് ഓർ നോ? ഈ N1 എന്നുള്ള എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആണ്. Number of moles of solvent ആണ്. So what is P0 minus PS? P0 minus PS is loss in mass of solvent divided by PS എന്താണ്? PS എന്താണ്? Loss in mass of solution ആയിട്ട് proportional ആണ്. So loss in mass of solvent divided by loss in mass of solution is nothing but P0 minus PS by PS. അപ്പോൾ അതിനും ഒരു ഇക്വേഷൻ കിട്ടും. My dear students. As simple as that. Got it, my dear champions? Yes or no? So ഇതാണ് Ostwald-Walker process. Got it? This is how you measure relative lowering of vapor pressure in reality. Got it? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചു തരാം. my dear students. ഉത്തരം പറയണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു ടെക്നിക്കൽ ചോദ്യം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ കണ്ടെയ്നറിൽ ഡ്രൈ എയർ പാസ് ചെയ്തു, അവനെ പുറത്തേക്ക് വിട്ടു. ഓക്കെ, ഇവിടെ വരുന്ന ലോസ് എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന ലോസ് ഓഫ് മാസ് എന്ന് പറയുന്നത് ലെറ്റ് us say 3 grams ആണ് എന്നെടുക്കുക. ലോസ് എന്നെടുക്കുക. യെസ് ആണോ? ലോസ് ഇൻ മാസ് ഇസ് 3 grams. ഇവിടെ വരുമ്പോൾ ഡാറ്റ തന്നിട്ടുണ്ട്, ലെറ്റ് സേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഡ്രൈ എയർ വന്നിട്ട് പുറത്തോട്ട് പോകുമ്പോൾ there is a gain in mass. There is a gain of 1 gram. അതായത് ഇത് രണ്ടും, let us say both of these are NaCl solution. അപ്പൊ നിങ്ങൾ പറയും സാറ് നേരത്തെ പറഞ്ഞ ഒരെണ്ണം സൊല്യൂഷനും ഒരെണ്ണം സോൾവെന്റും ഒന്നുമല്ലേ? അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഇത് ഒരു സൊല്യൂഷൻ, ഇത് വേറൊരു സൊല്യൂഷൻ. ഓക്കെ, രണ്ടിനും അതിൻ്റെതായ വേപ്പർ പ്രഷർ ഉണ്ടാവും. മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതൊരു NaCl സൊല്യൂഷൻ, ഇതൊരു NaCl സൊല്യൂഷൻ. ഇവിടെ ലോസ് ഓഫ് 3 grams വന്നു, ഇവിടെ ഗെയിൻ ഓഫ് 1 gram വന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ബേസിക്കലി എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് us say വേപ്പർ പ്രഷർ ഓവർ ഹിയർ ഇസ് P1, ലെറ്റ് us say വേപ്പർ പ്രഷർ ഓവർ ഹിയർ ഇസ് P2. മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ് ഓർ നോ? വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ P1 and P2? എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്കറിയാം ലോസ് ഓഫ് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P1. ഇവിടെ. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? യെസ് ഓർ നോ? ലോസ് ഓഫ് മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P1. അതായത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ വേപ്പർ മൈ ഡിയർ സ്റ്റുഡൻസ് ക്യാൻ ബി നത്തിങ് ബട്ട് K into P1. ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ വേപ്പർ ലോസ് ഇൻ മാസ് ഇസ് K into P1. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇനി നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ ഗെയിൻ ഓഫ് 1 gram ആണ്. അതായത് ഇവിടെ നിന്ന് 3 ഗ്രാമിനെ എടുത്ത് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ കൂടുതൽ ഇവിടെ നിന്ന് എടുക്കുകയല്ല ചെയ്തത്. ആ 3 ഗ്രാമിൽ നിന്ന് 1 gram ഇവിടേക്ക് ഇട്ടു, എന്നിട്ട് 2 ഗ്രാമും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ദാറ്റ് ലോസ് ഓഫ് മാസ് when dry air is passed through 2,
loss of mass when dry air is passed through the second solution എത്രയായിരിക്കും? Second solution എത്രയായിരിക്കും? Loss of mass when dry air is passed through the second solution എത്രയായിരിക്കും my dear students? It will be equal to 2 grams. നിങ്ങൾ ഒന്നും കൂടി നോക്കുക my dear students. അതായത് ഇവിടുന്ന് 3 ഗ്രാം എടുത്ത് അങ്ങോട്ട് എത്തിയപ്പോൾ 1 ഗ്രാം, അതായത് ഇവിടുന്ന് എടുക്കുകയല്ല ചെയ്തത്, അവിടേക്ക് 1 ഗ്രാം ഇട്ടിട്ട് പോയി. അതായത് ലോജിക്കലി നിങ്ങൾ ആലോചിക്കൂ, ഈ സെക്കൻഡ് സൊല്യൂഷനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു, എന്നിട്ട് അതിൽ കൂടെ ഡ്രൈ എയർ പാസ് ചെയ്യാണ്. ഡ്രൈ എയർ ഇവിടെ നിന്ന് വന്ന എയർ അല്ല, ഡ്രൈ എയർ പാസ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര എടുത്തോണ്ട് പോകും? 2 ഗ്രാംസ് എടുത്തോണ്ട് പോകുള്ളൂ. അത് തന്നെയല്ലേ നമ്മളിവിടെ കണ്ടത്. ഈ 3 വന്നിട്ട് 1 ഇവിടെ ഇട്ടിട്ട് ബാക്കിയാണ് പോയത്. അതായത് 2 ഗ്രാംസ് ആണ് അങ്ങോട്ട് പുറത്തോട്ട് പോയത്. അതിന്റെ അർത്ഥം എന്താണ്? 2 ഗ്രാംസ് ആണ് ഡ്രൈ എയർ വന്നാൽ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാനുള്ള കപ്പാസിറ്റി. യെസ് ഓർ നോ? Yes or no, my dear students? And you know that this is directly proportional to P2, another vapor pressure of the solution. Yes or no? Or else this is equal to K into P2. Yes or no, my dear students? Yes or no? K into P1 എത്രയാണ്? 3 grams. K into P2 എത്രയാണ്? 2 grams. So basically we can say that P1 is greater than P2. As simple as that. Vapor pressure over here is more than vapor pressure over here. Simple logic. Yes or no, my dear champions? Get it or not? Got it? ഇത് നിങ്ങൾ മറക്കരുത്. This is a very tricky question. Yes or no? ഇത് തന്നെ നിങ്ങൾ നേരത്തെ നോക്കുകയാണ്. നമ്മൾ ഇവിടെ നോക്കുകയായിരുന്നെങ്കിൽ we know that P0A is greater than PS. Vapor pressure of pure solvent is greater than vapor pressure of solution. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും എടുത്തോണ്ട് പോയത്. നേരെ മറിച്ച് ഇവിടുത്തെ വേപ്പർ പ്രഷർ ഇവനെല്ലാം കമ്മിയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവന്മാർ ഇട്ടിട്ട് പോകും. ആരിട്ടിട്ട് പോകും? എയർ കുറച്ച് ഇട്ടിട്ട് പോകും. Yes or no, my dear champions? Got it? അപ്പൊ ഇതാണ് Ostwald-Walker method. This is Ostwald-Walker method. This is how the questions can come. ഓക്കെ, ചിലപ്പോൾ അവന്മാര് ഈ ലോസ് ഇൻ മാസ് ഓഫ് സോൾവെന്റ് വരും, ഗെയിൻ ഇൻ മാസ് ഓഫ് ദ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് വരും, RLVP കണ്ടുപിടിക്കാൻ പറയും. Yes or no, my dear students? Perfect. Good. So now let's get into some making. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം my dear students. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൊല്യൂഷൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ റൺ ത്രൂ തന്നെ നടക്കും ആഫ്റ്റർ ദ ചാപ്റ്റർ ഇസ് കംപ്ലീറ്റ്. ഇപ്പൊ നമുക്ക് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. ഓക്കെ, നോക്കാം. At room temperature, a dilute solution of urea is prepared by dissolving 0.6 grams of urea in 360 grams of water. Okay, if the vapor pressure of pure water at this temperature is 35 millimeter mercury, lowering of vapor pressure will be. Lowering of vapor pressure ആണ് ഇവന്മാര് ചോദിച്ചിരിക്കുന്നത്. Lowering of vapor pressure, not a relative lowering. I guess they are asking lowering of vapor pressure. Okay, നമുക്കറിയാം ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നോക്കുക, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ്? ലോവറിംഗ് ഓഫ് VP എന്താണ്? ലോവറിംഗ് ഓഫ് VP is nothing but P0A minus PS. This is lowering of vapor pressure. Relative lowering of vapor pressure ആണ്. Relative lowering of vapor pressure ആണ് P0A minus PS divided by P0A. And that is what chi B is all about. So what is P0A minus PS, my dear students? What is P0A minus PS, my dear students? It's nothing but chi B into P0A. It is nothing but chi B into P0A. Chi B എത്രയാണ് my dear students? Chi B അല്ലെങ്കിൽ basically chi urea. Chi urea is nothing but number of moles of urea divided by number of moles of urea plus number of moles of water. Yes or no, my dear champions? Number of moles of urea divided by number of moles of urea plus number of moles of water. Number of moles of urea എത്രയാണ്? Number of moles of urea is nothing but, this is nothing but weight of urea എത്രയാണ്? 0.6. Molecular mass of urea is 60 divided by 0.6 divided by 60 plus N urea plus NH2O. വെള്ളത്തിന്റെ എത്രയാണ് my dear students? 360 ആണ് വെയിറ്റ് വന്നിരിക്കുന്നത്. So 360 divided by molecular mass of water. Yes or no, my dear champions? This will be chi B.
This multiplied by P naught A. Vapor pressure of pure A എത്രയാണ് 35. So basically ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ just multiply that by 35, my dear students. You will get the answer. Answer വരുന്നത് എത്രയാണ് 0.017. അത് തന്നെയാണ് അവിടെ ചെയ്തേക്കണം, my dear students. Okay, ഇവിടെ നിങ്ങൾ നോക്കുക, അവന്മാർ Van't Hoff factor എന്ന് എഴുതിയിട്ടുണ്ട്. Basically we have already considered urea. Urea is a non-electrolyte. അപ്പോൾ Van't Hoff factor കുറിച്ച് നിങ്ങൾക്ക് മറക്കാം. ആക്ച്വലി Van't Hoff factor ഞാൻ പഠിപ്പിക്കും. It will come in the end. It is useful for electrolytic solutes. അതായത് സൊല്യൂട്ട്സ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിലാണ് Van't Hoff factor ഉപയോഗം വരുന്നത്. ഇവിടെ ഉപയോഗം വരുന്നില്ല. In fact, Van't Hoff factor for non-electrolytes will be equal to 1. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, യൂറിയ is a non-electrolyte. Got it? അപ്പോൾ ഡയറക്ട്ലി ആ ഫോർമുലാസ് അപ്ലൈ ചെയ്യാം. യു വിൽ ഗെറ്റ് ദി ആൻസർ ടു ബി ഈക്വൽ ടു 0.017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Vapor pressure of pure benzene at a certain temperature is 0.85 bar. A non-volatile, non-electrolyte solid weighing 0.5 grams when added to 39 grams of benzene. Okay, molar mass is given. Vapor pressure of the solution then is 0.845 bar. What is the molar mass of the solid substance? What is the molar mass of the solid substance എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, ഇത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം, പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. P0A minus PS divided by PS is equal to N2 divided by or let's say NB divided by NA. അല്ലേ? Is nothing but NB divided by NA. NB divided by NA, my dear students. Yes or no? Fine. NB എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ, അല്ല, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടോ? 0.5. Yes or no? So what is this NB, my dear students? 0.5 divided by MB. What is this NA, my dear students? NA എത്രയാണ്? 39 grams. 39 divided by 78. P0A എത്രയാണ്? 0.85. PS എത്രയാണ്, my dear students? 0.845. സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ, my dear champions. Yes or no? Fine. കണ്ടുപിടിക്കുക. Yes or no? So that's the end of relative lowering of vapor pressure. ഇതിൽ Ostwald Walker method, basically chances of coming for NEET examination is lesser. Chances are lesser. ഇനി വന്നാൽ തന്നെ നമ്മുടെ പിള്ളേരെ മലർത്തിയടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് തന്നിക്കുന്നത്. സോ പ്ലീസ് ഗോ ത്രൂ ഈച്ച് ഓഫ് ദ പോയിന്റ്സ് അഗെയിൻ. ഒന്നും കൂടി നോക്കുക, ഒന്നും കൂടി എന്താ പറയുക, ആ ലെക്ചർ മൊത്തം കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഒറ്റയടിക്ക് കണ്ട് തീർക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കാണുക. എന്നിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഐ ഡെഫിനറ്റ്ലി അഡ്രസ് ദം. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ഇന്നത്തെ വെടിക്കെട്ട് ഇവിടെ തീർന്നു, മൈ ഡിയർ ചാമ്പ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ പൊക്കിയിട്ട് കാര്യമില്ല, മൈ ഡിയർ ചാമ്പ്യൻസ്. താഴത്ത് കമന്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി അഡ്രസ് ദം. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. മൈ ഡിയർ സ്റ്റുഡൻസ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങൾ ചാനലിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഐ വിൽ സീ യു ഗൈസ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ.